വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ പോയപ്പോൾ ഓച്ചിറ അമ്പലത്തിൽ പോയതാണ്. ഈ അമ്പലത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. അമ്പലമല്ല, ആൽത്തറയിലാണ് ശിവൻ്റെ പ്രതിഷ്ഠ. പിന്നെ ഇവിടെ ഇതൊരു പ്രധാന ഇതാണ്, കാളയെ ഇവിടെ അണിയിച്ചൊരുക്കി ഇങ്ങനെ നിർത്തിയിട്ടുണ്ടാവും. അതിൻ്റെ മുന്നിൽ നമ്മൾ ശിവൻ്റെ നന്ദിയുടെ ഒരു ഐതിഹ്യമായിട്ടാണ് ഇവിടെ കാളയെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓച്ചിറയിൽ പോകുന്നവർക്ക് എല്ലാവർക്കും പോകാൻ പറ്റിയൊരു സ്ഥലമാണ് ആയിരംതെങ്ങ്. നമുക്ക് വൈകുന്നേരം അമ്പലത്തിലൊക്കെ പോയി ആയിരംതെങ്ങ് അഴീക്കൽ ബീച്ച് എന്നൊക്കെ പറയും. അപ്പോൾ അമ്പലത്തിൽ നിന്ന് നമുക്ക് കുറച്ച് ദൂരമുള്ള അവിടോട്ട് പോകാൻ. അപ്പോൾ ഞങ്ങൾ കുഞ്ഞുങ്ങളെ ഇതുവരെ അവിടെ കാണിച്ചിട്ടില്ല, അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കൂടി ഒന്ന് പോയി. അപ്പോൾ നമുക്കിതാ നിറയെ മീൻ പിടിക്കുന്ന ബോട്ടുകളും അതെല്ലാം കാണാൻ പറ്റും. അപ്പോൾ അവർക്ക് അതെല്ലാം കാണിച്ചു കൊടുത്തു. പിന്നെ ഇതാ ഞങ്ങൾ കുറച്ച് നേരം ഈ സൈഡിൽ വണ്ടി ഒതുക്കി അവന്മാർക്ക് അതൊക്കെ കാണിച്ചു കൊടുത്തു. നല്ലതായിരുന്നു. പോകുന്ന സ്ഥലങ്ങളുമൊക്കെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. മീൻ പിടിക്കാൻ പോകുന്ന ഒത്തിരി ബോട്ടുകൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അതെല്ലാം കണ്ടു. നല്ല ഭംഗിയാണ്. നമുക്ക് നല്ലൊരു ഇതാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. പിന്നെ നമ്മൾ അവിടുന്ന് നേരെ ബീച്ചിലോട്ടാണ് പോകുന്നത്. നേരത്തെ ഞങ്ങൾ പോകുമ്പോൾ ഈ രണ്ട് സൈഡും ഇങ്ങനെ നെറ്റ് വെച്ച് ഉള്ള ഇതൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴാണ് എല്ലാം. ഇപ്പോൾ ഞങ്ങൾ പോയിട്ട് ഒത്തിരി വർഷങ്ങളായി. അപ്പം നല്ലൊരു ഭംഗിയായിരുന്നു, നല്ലൊരു യാത്രയായിരുന്നു. എല്ലാവർക്കും നല്ല ഹാപ്പിയായി. കുഞ്ഞുങ്ങളാണെങ്കിൽ ഇതുവരെ, വിച്ചുകുട്ടനാണെങ്കിൽ ഇതുവരെ കടലിലൊന്നും പോയി അങ്ങനെ കളിച്ചിട്ടോ അങ്ങനെയൊന്നും ഇല്ല. അവനിതൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. പിന്നെ അല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും കുറച്ച് യാത്രയിൽ ഇഷ്ടമുള്ളവരായതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു, ഹാപ്പിയായിരുന്നു. അവിടെയുള്ള അന്തരീക്ഷമൊക്കെ കാണാൻ നല്ല, നമുക്ക് കടലെല്ലാവർക്കും അതൊരു പ്രത്യേക ഭംഗിയല്ലേ. അപ്പോൾ നമ്മളവിടെ പോയി. പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണിതെല്ലാം. ഇതിൻ്റെ സൈഡിൽ വീടുകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് നല്ല ഫ്രഷ് മീൻ വേണമെങ്കിൽ അവിടെ ചെന്ന് വാങ്ങിക്കാനൊക്കെ കിട്ടും. ഫ്രഷ് മീനും ഞങ്ങൾ ഒത്തിരി കൊഞ്ചും അതെല്ലാം കണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ നാട്ടിൽ നിന്ന് തെങ്കാശിയിലോട്ട് വരുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കൊണ്ടുപോകാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അവിടെ നിന്ന് മേടിച്ചില്ല. നല്ല കടലിലെല്ലാം ഞങ്ങൾ കുറച്ച് നേരം കളിച്ചു. അധികം സമയമില്ലായിരുന്നു ഞങ്ങൾക്ക്. പിന്നെ വന്നു, കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം കടലിലൊക്കെ സ്പെൻഡ് ചെയ്തു. വിച്ചുക്കുട്ടൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കടലിലൊക്കെ ഇറങ്ങി കളിക്കുന്നത്. അതുകൊണ്ട് അവന് ഭയങ്കര സന്തോഷമായിരുന്നു. അപ്പോൾ ഇനി വരുമ്പോൾ ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് അവർ അച്ഛൻ്റെ അടുത്ത് സമ്മതമൊക്കെ മേടിച്ചിട്ടിരിക്കുക. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ആ നീല കളറ് ആകാശവും കടലും ഒരുപോലെ തോന്നിക്കുന്ന കാഴ്ച. നമുക്ക് വൈകുന്നേര സമയത്തൊക്കെ ഒരു 4 മണി സമയത്തൊക്കെ വന്ന് നമുക്ക് ഫാമിലിയോട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഒത്തിരി ആൾത്തിരക്കോ അങ്ങനെയൊന്നും ഇല്ല. നമുക്ക് ഇറങ്ങി ഒരുപാട് വലിയ തിരമാലകൾ വരുന്നൊരു ഏരിയ അല്ല. അതുകൊണ്ട് നമുക്ക് കുറച്ച് അവിടെയൊക്കെ നിന്ന് കളിക്കാനും ഒക്കെ പറ്റും. ഞങ്ങൾ പോയ സമയത്ത് അധികം ആരും ഇല്ലായിരുന്നു, കുറച്ച് ഫാമിലിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെയുള്ളപ്പോൾ നമുക്ക് വെള്ളത്തിലിറങ്ങാനും കളിക്കാനും ഒക്കെ പറ്റും. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നിന്നപ്പോൾ പിന്നെ തീരെ കുറച്ച് കൂടുതലായിട്ട് വരാൻ തുടങ്ങി. അങ്ങനെയുള്ള സമയമൊക്കെ ആയപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. നല്ലൊരു ദിവസമായിരുന്നു. ഞങ്ങൾക്ക് അന്ന് തന്നെ തിരിച്ചു പോകേണ്ട ദിവസമായതുകൊണ്ട് ഞങ്ങൾക്ക് ഒത്തിരി നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല. അതിൻ്റെ ഒരു വിഷമത്തിലാണ് സച്ചുവും വിച്ചുവും. അവർ പറയുന്നുണ്ട് കുറച്ച് നേരം കൂടി നിന്നിട്ട് പോകാമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ചെന്നിട്ട് പാക്കിങ് ചെയ്യാനും ഒക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് സ്പെൻഡ് ചെയ്തുള്ളൂ. അതിനുശേഷം പിന്നെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ തിരിച്ചു വന്നു. സച്ചക്കുട്ടനൊക്കെ ചാടും. ഞാൻ കൈ പിടിക്കുന്നുണ്ട്, എനിക്ക് പേടി അവന്മാരെ വിടാൻ. പക്ഷെ അവരെന്നെ വലിച്ചുകൊണ്ട് പോവുമായിരുന്നു. സച്ചക്കുട്ടന് നല്ല ആഗ്രഹമായിരുന്നു അവിടെ മണൽ കൊണ്ട് കൊട്ടാരം ഉണ്ടാക്കണം, വീട് പോലെ ഉണ്ടാക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അതിനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചെറിയ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു. എല്ലാവരും ലൈക്കും സപ്പോർട്ടും ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.